എന്റെ മനയിലേക്ക് സ്വാഗതമെന്ന കൊടുമൺ പോറ്റിയുടെ ഡയലോഗ് ഏറ്റെടുത്ത് മലയാളികൾ തിയേറ്ററുകളിലേക്ക് ഒഴുകിയെത്തിയത് വെറുതെയായില്ല. വ്യത്യസ്ത കഥാപാത്രങ്ങൾ തേടിയുള്ള മമ്മൂക്കയുടെ യാത്ര തുടരുമ്പോൾ ആരാധകരെ പോലെ സിനിമാ പ്രേമികളും ഒന്നടങ്കം ആവേശത്തിലാണ്. ഒരു പരീക്ഷണ ചിത്രമെന്ന നിലയിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഷെയ്ഡിലെത്തിയ ഭ്രമയുഗം പ്രേക്ഷകരെ സമ്പൂർണമായി തൃപ്തിപ്പെടുത്തിയിരിക്കുകയാണ്. മമ്മൂട്ടി എന്ന നടനിലെ മറ്റൊരു ഗംഭീര പ്രകടനമാണ് ഭ്രമയുഗം എന്ന രാഹുൽ സദാശിവന്റെ ഹൊറർ ത്രില്ലറിലൂടെ ആരാധകരിലേക്ക് എത്തിയിരിക്കുന്നത്. മമ്മൂട്ടിയുടെ രൂപഭാവ വിസ്മയം തിരശ്ശീലയിൽ തകർത്താടുമ്പോൾ സോഷ്യൽ മീഡിയയിൽ ഭ്രമയുഗം തരംഗമായി മാറുകയാണ്. ഇന്ത്യാവിൻ മാപ്പെരും നടികർ എന്നാണ് ഭ്രമയുഗത്തിലെ മമ്മൂട്ടിയുടെ പ്രകടനത്തെ പ്രശംസിച്ചുകൊണ്ട് സംവിധായകൻ മിഥുൻ മാനുവൽ തോമസ് ഫേസ്ബുക്കിൽ കുറിച്ചത്. അതിഗംഭീരമെന്നൊന്നും പറയാനില്ല എങ്കിലും ആദ്യ പകുതി സ്ലോ ആണെങ്കിലും നീറ്റായി നല്ല എൻഗേജിംഗ് ആയി തന്നെയാണ് പടം മുന്നോട്ട് പോയതെന്ന് നെട്ടൂർ സ്റ്റീഫൻ എന്ന പ്രൊഫൈലിൽ നിന്നുള്ള അഭിപ്രായം. തന്റെ കരിയറിൽ ഒട്ടനവധി മികച്ച വേഷങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും ഇന്നു കണ്ട ഭ്രമയുഗത്തിലെ പെർഫോമൻസ് മമ്മൂട്ടിക്ക് കേക്ക് വാക്ക് റോൾ ആയിട്ടാണ് തോന്നിയതെന്ന് അലി സനിൽ കുറിക്കുന്നു. വർണ്ണങ്ങൾ വാരി വിതറാതെ കറുപ്പിലും വെളുപ്പിലും ആ കഥ അങ്ങ് ഒഴുകുന്നു എന്നാണ് ഹരീഷ് വേലായുധൻ പറയുന്നത്. ഇതിനിടെ കൊടുമൺ പോറ്റിയുടെ ശാന്തമായൊരു ചിത്രം പങ്കുവച്ച് മമ്മൂട്ടി ഭ്രമയുഗത്തിന് ആവേശം കൂട്ടി. മറ്റൊരു മമ്മൂട്ടി ചിത്രം കൂടി നമ്മെ ഭ്രമിപ്പിച്ചുകൊണ്ട് തിയേറ്ററുകളിൽ ആവേശം നിറയ്ക്കുകയാണ്. ചിത്രത്തിൽ അർജുൻ അശോകന്റെ പ്രകടനത്തിനും വലിയ കയ്യടി കിട്ടുന്നുണ്ട്. അർജുൻ അശോകന്റെ കരിയർ ബെസ്റ്റ് പെർഫോമൻസ് എന്നാണ് സോഷ്യൽ മീഡിയയിലെ പൊതുവെയുള്ള അഭിപ്രായം. അർജുൻ അശോകന്റെ അഭിനയ ജീവിതത്തിലെയും നാഴികക്കല്ലായി ചിത്രം മാറുമെന്നതിൽ പ്രേക്ഷകർക്ക് തർക്കമില്ല. 5 കഥാപാത്രങ്ങളാണ് ഭ്രമയുഗത്തിലുള്ളത്. കോര, തേവൻ, കൊടുമൺ പോറ്റി, പേരില്ലാതെ എത്തുന്ന സിദ്ധാർത്ഥ് ഭരതനും അമാൻഡ ലിസും. ശബ്ദം കൊണ്ട് പ്രേക്ഷകരെ പേടിപ്പിച്ച് തിരക്കഥ കൊണ്ട് പിടിച്ചിരുത്തുന്ന ഭ്രമയുഗം മറ്റൊരു ഹിറ്റിലേക്ക് കുതിക്കുമെന്ന് നിസ്സംശയം പറയാം.